ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വന്തമില്ലേ? ജീനസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ മീൻകറി പല തരത്തിൽ ഉണ്ടാക്കലുണ്ട് അല്ലേ? മുളകിട്ട മീൻകറി ഉണ്ടാക്കും, തേങ്ങ അരച്ച മീൻകറി ഉണ്ടാക്കും, തേങ്ങ പാലില് മീൻകറി ഉണ്ടാക്കും, കുടംപുളി ഇട്ടിട്ട് മീൻകറി ഉണ്ടാക്കും. അങ്ങനെ പല പല തരത്തിൽ നമ്മൾ മീൻകറി ഉണ്ടാക്കലുണ്ട്. അപ്പോ നമുക്കിന്ന് മാങ്ങ ഇട്ടിട്ടൊരു മീൻകറി ഉണ്ടാക്കിയല്ലോ. നാട്ടിലെല്ലാം ഇപ്പൊ നന്നായിട്ട് മാങ്ങയിലും കിട്ടുന്ന സമയമല്ലേ? അപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീൻ കറിയാണ് കേട്ടോ. ഞാനിവിടെ അയില മീനാണ് ഇങ്ങനെ മാങ്ങിയിട്ടിട്ട് വെക്കുന്നത്. അപ്പോ മാങ്ങിയിട്ട മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്നൊരു മീൻകറി ഉണ്ടാക്കിയാലോ? നിങ്ങൾക്ക് മീൻ കണ്ടത് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ഞാനിവിടെ അയില മീനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇന്ന് അയില മീൻ മാങ്ങ ഇട്ടിട്ട് വെക്കാം. മാങ്ങ ഇട്ടിട്ടുള്ള മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അല്ലേ? കണ്ട, ഞാനിവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനധികം പുളിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഒരു മാങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. മാങ്ങ ഇട്ടിട്ട് വെക്കുന്ന മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അയില മീൻ മാങ്ങ ഇട്ടിട്ട് എങ്ങനെ വെക്കുന്നത് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഞാനിവിടെ മീൻ കട്ട് ചെയ്ത് നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ ഇപ്പൊ ഞാൻ ഒരു മീനെ പകുതിക്കേക്കടി ആക്കിയിട്ടുള്ളൂ കേട്ടോ. കാരണം ഇതൊരു വലിയ മീനല്ല, ഒരു മീഡിയം മീനായിരുന്നു. അപ്പോൾ നടുക്കേക്കടി ഒരു കഷ്ണം കൂടി ആക്കി. ഇനി തലയടക്കം ഇതിനകത്ത് വെക്കാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അയില മീൻ വേണം. പിന്നെ വേണ്ടുന്നത് ഉള്ളി വേണം. ഒരു മീഡിയം സവാള ഞാൻ എടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളിയല്ല കേട്ടോ, സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു തക്കാളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം. മാങ്ങിയിട്ട മീൻകറിയാണല്ലോ, അപ്പം മാങ്ങ എന്തായാലും വേണം. മീൻകറിക്ക് ആവശ്യമായ പൊടികള് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഞാൻ ഈ മീൻകറി തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ജീരകം എടുത്തിട്ടുണ്ട്. തേങ്ങയും ജീരകവും കൂടി നമ്മൾ അരച്ചിട്ടാണ് ഈ മീൻകറിയിലേക്ക് ചേർക്കുക. പൊതുവെ ഞാൻ ഇതിന്റെ കൂടെ വാളം പുളിയും ചേർക്കലുണ്ട്. പക്ഷെ മാങ്ങയും തക്കാളിയും എല്ലാം പുളി ആയതുകൊണ്ട് ഇനി നമുക്ക് മീൻകറിയിൽ അത്യാവശ്യം പുളി ഉണ്ടാവും. അപ്പോൾ വാളം പുളി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളെ അയില മാങ്ങയിട്ട് വെച്ച മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കിയാലോ? ഞാനിവിടെ മീൻകറി ചട്ടീൻ്റെ അകത്താണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രത്തിലും വേണമെങ്കിലും ആക്കാം. അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടി ചട്ടി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ച മീനിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചട്ടിയിൽ മീനിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് ഓരോ ആൾക്കാർ എടുക്കുന്ന മുളക് പൊടിയുടെ എരിവ് അനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും പൊടികൾ ചേർത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വെക്കുക. ഇത് ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് സമയം ഇങ്ങനെ ഉപ്പും മുളകും എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെക്കുന്നതാണെങ്കിൽ നല്ലതാണ്. കാരണം ഫിഷിന് നന്നായിട്ട് ഉപ്പും എരിവെല്ലാം പിടിച്ചിരിക്കും. ഇങ്ങനെ ഒരു 10 മിനിറ്റ് സമയം ഇങ്ങനെ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് പെട്ടെന്നെല്ലാം ഉണ്ടാക്കണമെങ്കിൽ വെക്കണം എന്നില്ല, പെട്ടെന്ന് തന്നെ ആക്കിയാലും കുഴപ്പമില്ല. അത് കുറച്ച് സമയം വെച്ചിരുന്നാൽ, കറി വെച്ചിട്ടും കുറച്ച് സമയം ഇരുന്നാൽ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള എല്ലാം ഉപ്പും മുളകെല്ലാം പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് മീൻകറി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ അയില മീൻ്റെ അകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം പുരട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റിൽ മുകളിലായി കേട്ടോ. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ബാക്കിയുള്ള നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ച ഒരു മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു 2 പച്ചമുളകും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചതും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈസിയാണ് കേട്ടോ. എല്ലാം കൂടി ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചാൽ മതി.
ഇനി നമ്മളെ പ്രധാന ഐറ്റം ആയിട്ടുള്ള മാങ്ങ, പച്ചമാങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മീനിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാൻ കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. കണ്ട, മീനിന്റെ കഷ്ണങ്ങൾ മുങ്ങാൻ മാത്രം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്ത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മീനിന്റെ കഷ്ണങ്ങളും തക്കാളിയും ഉള്ളിയും പച്ചമാങ്ങയും എല്ലാം നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്ക് ഒരു മൂടി വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മീനിന്റെ കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയും ജീരകവും മിക്സിയിൽ നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം വെന്തതിന് ശേഷം നമുക്ക് ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്ക് നമ്മൾ അയിലക്കറി റെഡി ആയിരിക്കും. മാങ്ങിയിട്ട അയിലക്കറി റെഡിയാകും. ഈസിയാണ്. അപ്പോൾ നമുക്ക് മീനിന്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മളെ മീൻകറിയുടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, മീൻകറി അടുപ്പത്ത് വെച്ചാൽ ഇനി അധികം നമ്മൾ കയ്യിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ പാടില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ചട്ടി ഇങ്ങനെ ഒരു തുണി വെച്ച് ഇങ്ങനെ പൊട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ. ഇല്ലെങ്കിൽ മീനിന്റെ കഷ്ണങ്ങളെല്ലാം പെട്ടെന്ന് അടിഞ്ഞു പോകും കേട്ടോ. ഇടയ്ക്കൊന്ന് മീനൊന്ന് തിളച്ചു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഉള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിന്റെ ജാർ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങ ആ മിക്സിന്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് മഷി പോലെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം കാണാം. അപ്പൊ നമ്മൾ അയില മീൻ നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാല് തക്കാളി ഉള്ളിയും ഇതെല്ലാം വേകുന്ന സമയം ശരിക്കും ഈ മീൻ വേവാനും വേണ്ടും കേട്ടോ. അപ്പോ നമുക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയും ജീരകവും കൂടിയിട്ട് അരച്ച മിക്സ് ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ മിക്സിയിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ പാടില്ല. ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. നമ്മൾ അരപ്പ് ഒഴിച്ചിട്ട് ഈ മീൻകറി നന്നായിട്ട് തിളച്ച് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ഏത് കറിക്കും കറിവേപ്പില ഇടുമ്പോഴല്ല, നമ്മൾ കറിവേപ്പില എടുത്തിട്ട് ഒന്നിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഞെരടി കൊടുക്കുക, എന്നിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. കറിക്ക് നല്ലൊരു മണമായിരിക്കും. കയ്യിലിട്ടിട്ട് അധികം ഇളക്കാൻ പാടില്ല. ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കുക. കണ്ട, നല്ല അടിപൊളി മാങ്ങിയിട്ട അയിലക്കറി ഇവിടെ റെഡി ആയി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കറി നന്നായിട്ട് തിളക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ വെച്ച കറി പെട്ടെന്ന് മോശമായി പോകും. കാരണം തേങ്ങ ഇട്ടിട്ട് വെക്കുന്ന കറിയല്ലേ. ഈ കറി വെക്കാൻ ഈസി അല്ലേ. അധികം വഴറ്റോ ഒന്നും ആവശ്യമില്ല. എളുപ്പത്തിൽ ബാച്ചിലേഴ്സിനെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. മാങ്ങയെല്ലാം ആകുന്ന സീസൺ ആകുമ്പോൾ നമുക്ക് വെക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള കറി. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. വേറെ അധികം കറിയൊന്നും വേണ്ട. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഞാൻ ഈ അയിലക്കറി വെക്കുന്ന സമയത്ത് എപ്പോഴും അയില തലയിട്ടിട്ട് ഞാൻ വെക്കുക കേട്ടോ. അങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ വെക്കാത്തവർ ഒരിക്കലും അങ്ങനെ വെച്ചിട്ട് നോക്കണം കേട്ടോ. അയിലേന്റെ തലേന്റെ ആ ചെളുക്കേന്റെ ഭാഗം നിങ്ങളങ്ങ് കളയാം. ആ തലേന്റെ ആ മേടേന്റെ ഭാഗം മാത്രം വെക്കുക. എന്നിട്ട് കറി വെച്ച് നോക്കിക്കോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പണ്ടൊരു ചൊല്ല് കേട്ടിട്ടില്ലേ, അയിലത്തല അളിയന് പോലും കൊടുക്കാൻ പാടില്ല. കാരണം അളിയൻ എന്ന് പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരാളാണ് വീട്ടില്. ആ അളിയന് പോലും കൊടുക്കാൻ പാടില്ല. അത്രയും ടേസ്റ്റാണ് അയിലത്തലക്ക്. ചില ആൾക്കാരെ കഴിക്കൂലേ, എല്ലാരും കഴിക്കുന്നവര് കഴിക്കുക കേട്ടാ. ഞാൻ കഴിക്കലുണ്ട് അയിലേന്റെ തലയെല്ലാം. നല്ല ടേസ്റ്റ് അല്ലേ. അയില ക്ലീൻ ചെയ്യുമ്പോൾ വൃത്തിക്ക് ക്ലീൻ ചെയ്യണം കേട്ടോ. ഈ അയില തല എടുക്കുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്യണേ. കാരണം ഈ അയില തലേന്റെ ഉള്ളിൽ ചെറിയൊരു ജീവി ഉണ്ടാവും. അതിനെല്ലാം ഒന്ന് മാറ്റിയിട്ട് എടുക്കണം കേട്ടാ. അപ്പൊ നമ്മളെ കറി ഈട നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടാ. നല്ല ഓറഞ്ചിഷ് കളർ. അപ്പൊ
ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അയിലക്കറി ഇവിടെ നന്നായിട്ട് തിളച്ച് ചാറെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലാസ്റ്റ് ഒരു ടിപ്പ് പോലെ നമുക്ക് എൻ്റെ എല്ലാ മീൻകറിയിലും കാണലുണ്ട് നിങ്ങൾ, ഒരു പച്ചമുളക് എടുക്കുക, അതിനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും നമുക്കൊന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുക. ഒരു സ്പൂണില് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ലാസ്റ്റ് ഒരു ടച്ച് പോലെ കണ്ടോ. ഇതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. ഈ കറീനെ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യും നമ്മൾ ഈ ലാസ്റ്റ് ഈ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. കണ്ടോ, നമ്മളെ അയിലക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? നല്ല ടേസ്റ്റാണ്. എളുപ്പമല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് വരുമോ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. കണ്ടോ, നമ്മളെ അയില മീൻ കറി ഇവിടെ മാങ്ങിയിട്ട അയില മീൻ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇങ്ങനെ അയിലക്കറി ഉണ്ടാക്കാത്തവര് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഏത് മീനിലും നമുക്കിത് ഉണ്ടാക്കി എടുക്കാം. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പം നമ്മളെ മാങ്ങിയിട്ട അയില മീൻ കറി ഇവിടെ റെഡിയാണ്. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? ഉണ്ടാക്കാനും എളുപ്പമാണ് കേട്ടാ. അപ്പൊ ഇങ്ങനെ അയില മീൻ കറി ഉണ്ടാക്കാത്തവര് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അയില മീനിൽ മാത്രല്ല കേട്ടാ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഏത് മീനിലും നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.